ദാ ഇതുപോലെ ഒരു തവണ നിങ്ങൾ മിച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ കടയിൽ നിന്ന് മിച്ചർ മേടിക്കുന്ന പരിപാടിയെ നിങ്ങൾ നിർത്തും കേട്ടോ. നമ്മുടെ വീട്ടിലെ ഏറ്റവും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന അടിപൊളിയായിട്ടുള്ള മിച്ചറാണ്. നല്ലൊരു ചൂട് ചായയുടെ കൂടെ മഴയൊക്കെ ആസ്വദിച്ച് കുറിച്ചിരിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ അതിനായിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ ഒരു അരിപ്പ വെച്ച് 1 കപ്പ് വെള്ള അവലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ചുമന്ന അവലൊന്നും എടുക്കരുത്, ഇതേപോലെ വെള്ള അവൽ തന്നെ വേണം എടുക്കാനായിട്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. നല്ലോണം ഈ അവലൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കോരിയൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതാണ് എളുപ്പം. ഇതേപോലെ ഇങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ബാക്കി എല്ലാം ഈ ഒരു അരിപ്പയിലൂടെ റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ 1/4 കപ്പ് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലോണം തന്നെ ഒന്നങ്ങ് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അവലെടുത്തപ്പോൾ 1/4 കപ്പ് മാത്രം കേട്ടോ കപ്പലണ്ടി എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ പൊട്ടുകടലയും 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലോണം തന്നെ ഒന്നങ്ങ് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് പോലും തികച്ചു വേണ്ടല്ലോ ഇതെല്ലാം കൂടി ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഗ്യാസിന്റെ ഫ്ലെയിം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്നങ്ങും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. കൂടെ തന്നെ നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ടും കൂടി ഞാൻ വറുത്ത് ചേർക്കുന്നുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില മാത്രമേ എടുത്തിട്ടുള്ളൂ. കറിവേപ്പിലൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ആയിട്ട് വന്നോളും. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ വറുത്ത് വെച്ച അവലും അതേപോലെ തന്നെ കപ്പലണ്ടിയും പൊട്ടുകടലയും കൂടെ തന്നെ കാഷ്നട്ടും കറിവേപ്പിലയും എല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നല്ല എരിവിനും അതേപോലെ തന്നെ കളറിനും വേണ്ടി ഞാൻ ഒരേ ഒരു ടീസ്പൂൺ മാത്രം കാശ്മീരി റെഡ് ചില്ലി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനായിരുന്നേ. ഒരു നുള്ളു മാത്രം മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റിനുള്ള റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന മിച്ചർ എന്ന് പറയുന്നത്. നല്ലൊരു ചൂട് ചായയുടെ കൂടെ മഴയൊക്കെ ആസ്വദിച്ച് എല്ലാവരും കറുമുറാന്ന് കഴിക്കാം കേട്ടോ. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ ഇത്രയും എളുപ്പത്തിൽ മിച്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പാക്കറ്റ് ഫുഡ് ഒന്നും കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.